അപ്പോൾ അവരെയൊക്കെ ഇനി വിവാഹം ക്ഷണിക്കേണ്ടെന്നാണോ? ഒരുപാട് ചോദ്യങ്ങളുണ്ടാവുമല്ലേ? രാധിക ചോദിച്ചു. ഇല്ല, അന്ന് താലികെട്ട് കഴിഞ്ഞ ഉടനെ പയ്യൻ പുറത്തു പഠിക്കാൻ പോയെന്നും ഇപ്പം തിരിച്ചു വന്നപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വിവാഹം ഒന്നുകൂടി നടത്തുന്നുവെന്നും പറഞ്ഞു. പയ്യനിപ്പോൾ ആണ് ഫ്രീ ആയതെന്നും പറഞ്ഞു. എൻ്റെ അമ്മേ, ഈ തലയ്ക്കകത്ത് ഇത്രയും കുരുട്ടുബുദ്ധി ഉണ്ടായിരുന്നു. സമ്മതിച്ചു. ചന്തു അതിശയത്തോടെ പറഞ്ഞപ്പോൾ ഉണ്ണിയമ്മ അവനെ കണ്ണുരുട്ടി. അതേതായാലും നന്നായി. പേര് വിക്രമായതുകൊണ്ട് സംശയം തോന്നില്ലല്ലോ, രാധിക പുഞ്ചിരിയോടെ പറഞ്ഞു. രാമൻ വിളിച്ചിരുന്നു രാധു. അവർ ജ്വല്ലറിയിൽ എത്തിയെന്ന്. പുടവ കൂടി ഇന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അതാ നല്ലത്. എല്ലാം കൂടി ഒരു ദിവസവും കഴിയുമല്ലോ. അവർ നേരെ പോയത് കല്യാൺ ജ്വല്ലേഴ്സിലായിരുന്നു. അവർ അവിടെ എത്തിയപ്പോൾ ശ്രീലകത്തുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. വൈൻ കളർ ഒരു അനാർക്കലി കോട്ടൺ കുർത്തയും പാൻറ്റുമായിരുന്നു വൈദു ഇട്ടിരുന്നത്. അവളെ കണ്ടപ്പോൾ ചാരു ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയി. വൈദു ലേഖയുടെ കാലിൽ തൊട്ട് വണങ്ങി. ഒപ്പം വീണയുടെയും. രണ്ടുപേരും പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ഹിരൺമയ് കോള് കട്ട് ചെയ്ത് അവരുടെ അടുത്തേക്ക് വന്നു. വിക്രം വന്നില്ലേ മോനെ? രാധിക അവനോട് ചോദിച്ചു. വരുമെന്ന് അറിയില്ല ആൻറ്റി. ചെറുക്കിനെതിരൊന്നും വലിയ താല്പര്യമില്ല. വൈദുവിനെ ചാരു കയ്യിൽ പിടിച്ച് അവരുടെ അടുത്തേക്ക് ഇരുത്തി. ആദ്യം എടുത്തത് മാലകളായിരുന്നു. മോക്ക് ഏതാ ഇഷ്ടം, അതെടുത്താൽ മതി, ലേഖ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ വൈദു ഒന്ന് പുഞ്ചിരിച്ചു. ഇവർക്കൊപ്പം നിൽക്കാനുള്ള യോഗ്യതയും ഇല്ല, ഒരു യോഗ്യതയും ഇല്ലാത്തവളാണ് താൻ. മറുത്തൊന്നും പറയാനാകാത്ത അവസ്ഥ. സ്വർണത്തിന്റെ ഭീകരമായ വിലയും അവളെ ഭയപ്പെടുത്തി. അവളുടെ ചിന്തകൾ മനസ്സിലാക്കിയതുപോലെ രാധിക ടെമ്പിൾ ജ്വല്ലറി കളക്ഷൻ ഒരു മഹാലക്ഷ്മി മാലയെടുത്തു. വൈദുവിൻ്റെ കണ്ണു മെഴിഞ്ഞുപോയി. അമ്മേ, ഇത് ഇപ്പോൾ ടെമ്പിൾ ജ്വല്ലറി സെറ്റാണ് ട്രെൻഡ് മോളെ. ഒന്നോ രണ്ടോ മതി, പക്ഷേ അതിൻ്റെ ഭംഗി വളരെ വലുതാണ്. ഇതാവുമ്പോൾ ഒരുപാടാകുമെന്ന് തോന്നലും വേണ്ട. രാധിക കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞപ്പോൾ മറുത്തൊന്നും പറയാതെ അവൾ കുഴങ്ങിപ്പോയി. അതിൻ്റെ തന്നെ ഒരു ചോക്കറും വലിയ ജിമിക്കയും 2 മഹാലക്ഷ്മി വളകളും വാങ്ങി. സിമ്പിളാണെങ്കിലും പ്രൗഢിക്ക് ഒട്ടും കുറവില്ലായിരുന്നു. താലികെട്ടിന് ഈ ഓർണമെന്റ്സ് ഇടാം. അത് കഴിഞ്ഞ് ഉള്ള പുടവ കൊടുക്കൽ ചടങ്ങിന് മോളുടെ അച്ഛൻ തന്നെ ആഭരണങ്ങളും ഇടാം. വിഷമം മാറിയോ? രാധിക അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ലേഖയും വീണയും അവരെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ബന്ധം. ഒരുപക്ഷെ വിക്രം അവളെ അംഗീകരിച്ചിരുന്നെങ്കിൽ, സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഗ്യവതിയായ പെണ്ണ് അവളായിരുന്നേനെ. ലേഖ നെടുവീർപ്പോടെ ആലോചിച്ചു. അവർ അങ്ങനെയാണ്. എനിക്ക് പോലും അതിശയമാണ്. മരുമകളെ ദ്രോഹിക്കുന്ന, വെറുക്കുന്ന ഒരുപാട് അമ്മായിയമ്മമാരുടെ ലോകത്ത് രാധിക വ്യത്യസ്തയാണ്. അവളെ നല്ല രീതിയിൽ പറഞ്ഞു വിടണമെന്നത് രാധികയുടെ വാശിയാണ്. ഉണ്ണിയമ്മ അവരോട് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും നോട്ടം ആ അമ്മയിലേക്കും മകളിലേക്കുമായി. വൈദുവിന് എല്ലാവരും ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. താലികെട്ട് നടത്തുന്നത് ഗുരുവായൂർ ആണെന്നത്. പക്ഷേ ലെറ്റർ അവൾ കാണുമെന്നും അപ്പോൾ അറിയില്ലേ എന്നും ചന്തു ചോദിച്ചു. താലികെട്ട് കഴിഞ്ഞ് അന്നു വൈകിട്ട് തന്നെ നാട്ടിൽ ഗ്രാൻഡായ റിസപ്ഷൻ വെച്ചിട്ടുണ്ട്. ഉണ്ണിയമ്മയും ചന്തുവും കൂടി വൈദുവിന് പാദസരം വാങ്ങി. ലേഖ സെലക്ട് ചെയ്തത് ഒരു നാഗപടം മാലയായിരുന്നു. അത് 10 പവനുണ്ടായിരുന്നു. വൈദുവിന് തല പെരുത്തു. അമ്മ, ഇതൊന്നും വേണ്ട, ഒരുപാടായി ഇപ്പോൾ തന്നെ. കുറച്ച് സ്വർണ്ണമുള്ളത് എന്തെങ്കിലും മതി, ലേഖയെ നോക്കി വൈദു പറഞ്ഞു. ഒരുപാടൊന്നും ആയില്ല. സ്വർണം നല്ലൊരു ആസ്തിയല്ലേ മോളെ? താലികെട്ട് കഴിഞ്ഞാൽ വരൻ്റെ വീട്ടുകാർ മാലയിടുന്ന ചടങ്ങാണ്. പിന്നെ അച്ചുവിൻ്റെ പെണ്ണിനുള്ളത് നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട്. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു നടന്നവൻ ഇപ്പൊ കെട്ടുമെന്ന് ആരെങ്കിലും അറിഞ്ഞതാണോ? ലേഖ ചിരിയോടെ പറഞ്ഞപ്പോൾ മറ്റുള്ളവരും ചിരിച്ചുപോയി. എല്ലാം കഴിഞ്ഞ് മറ്റുള്ളവരൊക്കെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വൈദു കുറച്ചു മാറിയുള്ള ഒരു ചെയറിലിരുന്നു. അവിടെ ഡയമണ്ട് സെക്ഷനായിരുന്നു. പ്ലാറ്റിനത്തിലുള്ള ഒരു കുഞ്ഞു ഡയമണ്ട് പതിപ്പിച്ച റിങ് അവളുടെ കണ്ണിലുടക്കി. വല്ലാത്ത ഭംഗിയുണ്ടായിരുന്നു അതിന്. ആ റിങ് ഒന്ന് കാണിക്കോ? വൈദു സെയിൽസ്മാനോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ പുഞ്ചിരിയോടെ റിങ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു അതിന്. ഇത് എത്രയാവും റേറ്റ്? 50K ആവും മാം. വൈദു അമ്പരന്ന് നോക്കി. കാണുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നല്ലതാണ്. വൈദു അയാൾ പറഞ്ഞത് കേട്ട് അതിലേക്ക് നോക്കി. 50,000 രൂപ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കാനാവില്ല. അമ്മ കണ്ടാൽ വാങ്ങി തന്നിരിക്കും. വേണ്ട, ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അവൾ മനസ്സിലോർത്തുകൊണ്ട് തിരിച്ചു കൊടുത്തതും മറ്റൊരു കൈ വന്ന് അത് തടഞ്ഞിരുന്നു. വൈദു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വിക്രമായിരുന്നു. അവൾ അമ്പരന്ന് നോക്കി. അവൻ ആ റിങ് കയ്യിൽ വാങ്ങി അവളുടെ കൈ അവന് നേരെ നീട്ടിപ്പിടിച്ചു. വൈദു അവനെ മിഴിച്ചു നോക്കി. വിക്രം അവളുടെ അണിവിരലിൽ ആ മോതിരം അണിയിച്ചു കൊടുത്തു. ദിസ് മേക്സ് യു മോർ ബ്യൂട്ടിഫുൾ. പതിഞ്ഞ സ്വരത്തിൽ അവനത് പറഞ്ഞപ്പോൾ വൈദു പകപ്പോടെ അവനെ നോക്കി. ഇതിൻ്റെ ബിൽ സെപ്പറേറ്റ് എടുത്തോളൂ, വിക്രം സെയിൽസ്മാനോട് പറഞ്ഞു.
അവൻ തന്നെ മോതിരം അവളുടെ കയ്യിൽ നിന്ന് മോരിയെടുത്ത് അയാളെ ഏൽപ്പിച്ചു. വൈദു ഒരു മായിക ലോകത്തായിരുന്നു. തനിക്ക് ചുറ്റിലും നക്ഷത്രങ്ങൾ മിന്നുന്നുണ്ടോ? ഇനി എത്ര നക്ഷത്രങ്ങൾ എണ്ണാനിരിക്കുന്നു മോളെ, വിക്രം പറഞ്ഞപ്പോൾ വൈദു ഞെട്ടി അവനെ നോക്കി. അതെനിക്ക് വേണ്ട, അതിന് നല്ല വിലയുണ്ട്, വൈദു വല്ലായ്മയോടെ പറഞ്ഞു. അത് നീയല്ല തീരുമാനിക്കുന്നത്. അത് എൻ്റെ ഗിഫ്റ്റാണ്. നിനക്ക് വേണ്ടെങ്കിലും ഞാനിത് വാങ്ങും. സോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കവിളിൽ നാവ് കൊണ്ടൊഴിഞ്ഞവൻ പറഞ്ഞപ്പോൾ വൈദു വിറയലോടെ നോട്ടം മാറ്റിക്കളഞ്ഞു. വലിയേട്ടാ, ദേ അങ്ങോട്ട് നോക്കി. അങ്ങനെയല്ലേ വലിയേട്ടൻ പ്രേമിക്കാൻ പഠിപ്പിക്കാൻ പോകുന്നത്? വിക്രത്തെ ചൂണ്ടിക്കാണിച്ച് ചാരു പറഞ്ഞപ്പോൾ ഹിരൺമയി താടിക്ക് കൈ കൊടുത്തുപോയി. സത്യാവസ്ഥ എന്തെന്നാൽ ആ റിങ് വിക്രം വൈദുവിൻ്റെ കയ്യിൽ കൊടുത്തില്ല. അത് പാക്ക് ചെയ്തു വാങ്ങി അവൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്നു. അവിടുത്തെ പർച്ചേസ് കഴിഞ്ഞ് അവർ നേരെ പോയത് ഡ്രസ്സ് എടുക്കാനായിരുന്നു. ചാരുവും ഹിരൺമയും കൂടി വൈദുവിനെ വിക്രത്തിൻ്റെ കാറിൽ ഫ്രണ്ടിൽ പിടിച്ചിരുത്തി. ആ കാറിൽ അവർ മാത്രം തനിച്ചായി. ആദ്യമായാണ് വിക്രത്തോടൊപ്പം ഒറ്റയ്ക്കൊരു യാത്ര. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ എതിർത്തു പറയാനാകാതെ വൈദു കുഴഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ വൈദു കോ ഡ്രൈവർ സീറ്റിലിരുന്നു. വിക്രം തന്നെ രൂക്ഷമായി നോക്കുന്നത് കണ്ട് വൈദു അവനെ സംശയത്തോടെ നോക്കി. സീറ്റ് ബെൽറ്റ് ഇട്. എൻ്റെ വണ്ടി ഇതുവരെ ഫൈൻ അടിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല, അവൻ പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ വൈദു അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് സീറ്റ് ബെൽറ്റ് വലിച്ചു. പക്ഷെ അത് ക്ലിപ്പ് ചെയ്യാൻ അവൾക്ക് പറ്റുന്നില്ലായിരുന്നു. അവൾ ദയനീയമായി അവനെ നോക്കിയപ്പോൾ അവൻ അവളെ കലിപ്പിൽ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചാഞ്ഞ് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു. അവൻ്റെ ചുടിശ്വാസം മുഖത്തു തട്ടിയപ്പോൾ വൈദു സീറ്റിൽ തലയമർത്തി പിന്നിലേക്ക് വലിഞ്ഞിരുന്നു. വിക്രം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പരൽമീനിനെ പോലെ പിടയ്ക്കുന്നുണ്ട്. തൊണ്ടക്കുഴി താഴുകയും വികസിക്കുകയും ചെയ്യുന്നു. നിനക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടോ? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ട് വൈദു കണ്ണു മിഴിച്ചു. വിക്രം അവളുടെ കഴുത്തിൽ തള്ളവിരൽ കൊണ്ടൊന്ന് അമർത്തി നോക്കി. അവൾ അറിയാതൊന്ന് എരിവ് വലിച്ചുപോയി. നാളെ തന്നെ എൻഡോക്രൈനോളജിയിൽ ഒന്ന് കാണിച്ചേക്ക്. മെഡിസിൻ എടുത്തില്ലേ? പ്രഗ്നൻസിയൊക്കെ പ്രശ്നമാവും, അവൻ പറയുന്നത് കേട്ട് വൈദു വാ പൊളിച്ചു പോയി. വൈദു അറിയാതെ തലതിരിച്ച് അയ്യേ എന്ന് പറഞ്ഞുപോയി. സാധാരണ ഇങ്ങനെയല്ലല്ലോ. പണ്ടൊക്കെ താൻ കുത്തിയിരുന്ന് കണ്ടിരുന്ന ഹിന്ദി സീരിയലുകളിൽ ഇങ്ങനെയൊരു സീനിൽ റൊമാൻസ് അല്ലേ ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഇങ്ങനൊരു അന്തം ഡോക്ടർ തന്നെ. നീ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് പതറിപ്പോയി. ഞാൻ എന്ത് പ്രതീക്ഷിക്കണ്ടേ? നീ ഒരു ക്രിസ് പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? പക്ഷെ നടക്കില്ല. പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു. ആശ കൊടുക്കും, പക്ഷേ നടത്തി കാണിക്കില്ല. കൊതിപ്പിച്ചങ്ങ് കടന്നു കളയുക എന്ന പോലെ. അവൾക്കാകെ ചൊറിഞ്ഞു വന്നു. എൻ്റെ പൊന്ന് സാറേ, നിങ്ങളെക്കാൾ ലുക്കും ഹാൻഡ്സവുമായ ഒരുത്തൻ്റെ ഭാര്യയായിരുന്നു ഞാൻ. എനിക്ക് അങ്ങേരോട് തോന്നാത്ത ഫീലിങ്സ് ഒന്നും നിങ്ങളോട് തോന്നില്ല. വെറുതെ വൈദേഹിയെ ചൊറിഞ്ഞു വരല്ലേ. വിക്രം വലിഞ്ഞു മുറുകിയ മുഖത്തോടെ കാറിൻ്റെ സ്പീഡ് കൂട്ടി. നേരത്തെ ആരോ പറയുന്നത് കേട്ടു, വണ്ടിക്ക് ഫൈൻ ഇതുവരെ വന്നിട്ടില്ലെന്ന്. സിറ്റി ലിമിറ്റ് സ്പീഡ് കഴിഞ്ഞു പോയത് ക്യാമറ നോട്ട് ചെയ്ത് കാണും. അത് കേട്ടപ്പോൾ വിക്രം സ്പീഡ് കുറച്ചു. ടെക്സ്റ്റൈൽസിലെത്തിയപ്പോൾ വൈദു വേഗം കാർ തുറന്നിറങ്ങി. വിക്രം കാറ് പാർക്ക് ചെയ്യാൻ പോയപ്പോൾ അവൾ നേരെ എൻട്രൻസിൽ നിന്നിരുന്ന ചാരുവിൻ്റെ അടുത്തേക്ക് പോയി. ആദ്യം സാരി സെക്ഷനിലേക്കാണ് പോയത്. വൈദുവിനുള്ള സാരിയായിരുന്നു ആദ്യം നോക്കിയത്. അച്ഛന്മാരും ചന്തുവും കൂടി ജെൻസ് സെക്ഷനിലേക്ക് പോയി. ഹിരൺമയി വിക്രമിനെ കാത്ത് അവിടെ തന്നെ നിന്നു. വൈദുവിന് ഓറഞ്ച് ചില്ലി റെഡ് പട്ടുസാരിയാണ് ഇഷ്ടപ്പെട്ടത്. സെയിൽസ് ഗേൾസ് അവളെ ആ സാരി ഉടുപ്പിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് വിക്രം കയറി വന്നത്. ഒരു വേള അവനൊന്ന് അവളിൽ ഉടക്കി നിന്നുപോയി. ആ സാരിയിൽ അത്രയും ഭംഗിയുണ്ടായിരുന്നു അവൾക്ക്. മന്ത്രകോടിയായി തിരഞ്ഞെടുത്തത് ഒരു വാടാമല്ലി കളറായിരുന്നു. വിക്രം ഒരു സെറ്റ് സാരി കൂടി പാക്ക് ചെയ്യാൻ ഏൽപ്പിച്ചു. ഇതാർക്കാ കുഞ്ഞ? അവൾക്ക് തന്നെ. വൈദു അത് കേട്ട് അവനെ തിരിഞ്ഞു നോക്കി. അത് സെറ്റുമുണ്ടല്ലേ കുഞ്ഞ എടുക്കുന്നേ? ലേഖ അവനോട് പറഞ്ഞു. അത് വേറൊരു കാര്യത്തിന്. വിക്രം അതും പറഞ്ഞ് അല്പം മാറി നിന്നപ്പോൾ ലേഖ പുഞ്ചിരിയോടെ തല കുലുക്കി. അമ്മ എന്തിനാ ചിരിക്കുന്നേ? ഹിരൺമയി സംശയത്തോടെ ചോദിച്ചു. അത് മോനെ, ഫസ്റ്റ് നൈറ്റിന് ഉടുക്കാനുള്ള സെറ്റ് സാരി ആയിരിക്കും. ഉണ്ണിയമ്മ പറഞ്ഞപ്പോൾ വൈദു ആകെ ചൂളിപ്പോയി. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. രാധിക അവളെ ചേർത്ത് പിടിച്ചു നോക്കി. നാണിക്കണ്ട കുഞ്ഞേ, നമ്മൾ ഈ പ്രായം കഴിഞ്ഞ് വന്നവരാണേ. അതുകൂടി കേട്ടതും വൈദു ദേഷ്യത്തിൽ വിക്രത്തെ നോക്കി. അവിടെ ഫോണിൽ എന്തോ കാര്യമായി നോക്കി നിൽക്കുകയാണ്. റിസപ്ഷനുള്ള ലെഹങ്ക നോക്കലായിരുന്നു പിന്നീട്. അവൾ അതൊന്നും വേണ്ടാന്ന് നിർബന്ധം പിടിച്ചിട്ടും ആരും അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ഉള്ളൊരു ലെഹങ്ക സെലക്ട് ചെയ്ത് ട്രയൽ റൂമിൽ കയറിയതാണ് വൈദു. അവളുടെ സഹായത്തിനായി ചാരു പുറത്തു നിൽപ്പുണ്ട്. നിന്നെ ചെറിയമ്മ വിളിക്കുന്നു, വിക്രം എന്ന് പറഞ്ഞപ്പോൾ ചാരു ധൃതിയിൽ പോയി. ചാരു, ഇത് എവിടെയോ കുരുങ്ങിപ്പോയി.
നീ ഒന്ന് ഹെൽപ്പ് ചെയ്തേ. പറഞ്ഞതിനൊപ്പം വൈദ്യു ഡോറിന്റെ കൊളുത്തു മാറ്റിയിരുന്നു. വിക്രം അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. മുടിയിൽ കൂടി കുരുങ്ങിക്കിടക്കുന്ന പിന്നിലെ കെട്ടുമാറ്റാനാകാതെ നിൽക്കുകയായിരുന്നു വൈദ്യു. മുടിയിൽ ചിറ്റിക്കിടക്കുവായത്. വിക്രം കെട്ടു പതുക്കി അഴിച്ചു മാറ്റി മുടി അവളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. പിന്നിലെ കെട്ടു മുഴുവൻ അഴിച്ചു മാറ്റിയപ്പോൾ വൈദ്യു ആശ്വാസത്തോടെ തിരിഞ്ഞു. അവനെ കണ്ടവൾ മിഴിച്ചു നിന്നു. ഡോറിൽ ചാരിൽ നിന്ന് കൈകൊട്ടി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. വൈദ്യുവിന് തൊണ്ടക്കുഴിയിൽ ഒരു പിടുത്തം പോലെ തോന്നി. അവൾ അറിയാതെ ഉമ്മിനീറിറക്കി. പെട്ടെന്ന് ഷോള് കൊണ്ട് മറിച്ച് അവൾ പിന്നിലേക്ക് നീങ്ങി നിന്ന് അവനെ രൂക്ഷമായി നോക്കി. നിങ്ങളെന്തിനാ ഇതിനകത്ത്? നീയല്ലേ വിളിച്ചു കയറ്റിയത്? യാതൊരു ഭാവവുമില്ലാതെ അവൻ കൂളായി പറഞ്ഞു. ഞാനോ? അനാവശ്യം പറയരുത്. നിങ്ങളുടെ പേര് ചാരു എന്നാണോ? വൈദ്യു കെറിവിച്ചു. വിക്രം മുന്നോട്ടാഞ്ഞ് അവളുടെ അരയിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. വൈദ്യു അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്ന് പകപ്പോടെ അവനെ നോക്കി. നീ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, ഞാൻ ഹാൻസം അല്ലെന്നോ ലുക്കില്ലെന്നോ, എന്നെ കണ്ട നിനക്കൊന്നും തോന്നില്ല എന്നൊക്കെ. എന്നാൽ ഇപ്പം തന്നെ ഞാനങ്ങ് തെളിയിച്ചു തരാം. അതും പറഞ്ഞ് വിക്രം അവളുടെ നഗ്നമായ അരയിലൊന്ന് അമർത്തിപ്പിടിച്ചപ്പോൾ വൈദ്യു ഒന്ന് ഏങ്ങിപ്പോയി. അവളുടെ പിൻകഴുത്തിൽ ചുണ്ടമർത്തി വിക്രം. വൈദ്യു വിറച്ചുപോയി. അവൻ്റെ ഷർട്ടിൽ അവൾ മുറുക്കി പിടിച്ചു. ഇത് വെറും ഒരു സാമ്പിൾ മാത്രം. 1 മാസം കഴിഞ്ഞാൽ ഇതിനപ്പുറം നീ താങ്ങേണ്ടി വരും. മേലിൽ ആ പോങ്ങനെയും എന്നെയും കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. ഒരു താക്കീത് പോലെ പറഞ്ഞ് അവൻ ഡോറ് തുറന്നിറങ്ങി പുറത്തു നിന്നപ്പോഴും വർദ്ധിച്ച ഹൃദയമിടിപ്പടക്കി നിർത്താൻ പാടുപെടുകയായിരുന്നു അവൾ. തിരിച്ചു പോകുന്നതുവരെ പിന്നെ വിക്രത്തിന്റെ മുഖത്തേക്ക് നോക്കിയില്ല വൈദ്യു. അവന്റെ ചുണ്ടുകളുടെ ചൂട് കഴുത്തിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് പോലെ. വിക്രം കൈകൾ മാറിൽ പിണച്ചു കെട്ടി അവൾ രാധികയുടെ കാറിൽ കയറിയിരിക്കുന്നത് നോക്കി നിന്നു. രാത്രിയിൽ ജനൽപ്പാടി തുറന്നിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു വൈദ്യു. തെക്കേ തൊടിയിൽ അച്ഛൻ ഉറങ്ങുന്നിടത്തേക്കായിരുന്നു അവളുടെ നോട്ടം. എന്തൊക്കെയാണ് അച്ഛൻ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്? അച്ഛനു വേണ്ടി, അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം നടക്കാൻ വേണ്ടിയായിരുന്നില്ലേ ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചത്? ഒരിക്കൽ പോലും എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നില്ലെങ്കിലും ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ മനുഷ്യൻ്റെ പാതിയായി എന്നും ജീവിക്കാൻ കഴിയണേയെന്ന്. ഇറങ്ങി വന്നപ്പോൾ ഇനി ആ ജീവിതത്തിലേക്ക് തിരിച്ചു പോകില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. അന്ന് ഒറ്റയ്ക്കായി പോയപ്പോൾ, ഇവിടെ പെട്ടെന്ന് കയറി വന്നപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ആ മനസ്സിൽ എവിടെയെങ്കിലും എനിക്കൊരു സ്ഥാനം ഉണ്ടാകുമെന്ന് കരുതി. എല്ലാം വെറുതെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡോക്ടർ, അറിയില്ലച്ചാ, ആ മനുഷ്യൻ എന്നോട് സ്നേഹമാണോ ദേഷ്യമാണോ ഒന്നും അറിയില്ല. ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് എന്നെക്കുറിച്ച് ആരോ മോശമായി പറഞ്ഞതിനാണ് സെക്യൂരിറ്റിയെ പറഞ്ഞു വിട്ടതെന്ന്. ഇന്നും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആ റിങ് വാങ്ങി എനിക്ക് വേണ്ടി. അത് തന്നില്ലെങ്കിൽ പോലും വാങ്ങിയില്ലേ. പക്ഷേ എനിക്കെന്തോ അദ്ദേഹത്തെ പൂർണ്ണമായും മനസ്സിലാകുന്നില്ല അച്ഛാ. ജനൽ കമ്പിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് വൈദ്യു സ്വയം പറഞ്ഞപ്പോൾ റോഡിൽ ഒരു വണ്ടിയുടെ ഹോൺ കേട്ടു. വൈദ്യു നോക്കിയപ്പോൾ ഹൂഡി ഇട്ട് കൈകൾ മാറിൽ പിണച്ചു വെച്ചൊരു രൂപം അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. വൈദ്യു ഭയത്തോടെ നോക്കി. ജനലടയ്ക്കാൻ നോക്കിയപ്പോൾ ഫോണിൽ കോള് വന്നിരുന്നു. വിക്രമായിരുന്നു അത്. പേടിച്ച് ബോധം കളത്ത് പുറത്തേക്ക് ഇറങ്ങി വാടി, ഇത് ഞാനാ, അവൻ കൈവീശി കാണിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വൈദ്യുവിൻ്റെ കണ്ണുകൾ കൂർത്തു വന്നു. നിങ്ങളെന്താ ഈ പാതിരാത്രിക്ക് ഇവിടെ? ഒരു ഇരയെ പിടിക്കാൻ ഇറങ്ങിയതാ. നിന്ന് ചിലക്കാതെ ചന്തു തരുന്ന കവറും വാങ്ങി അതിലുള്ളത് ഇട്ട് 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങി വാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. അവൻ അത്രയും പറഞ്ഞ് കോള് കട്ട് ചെയ്തപ്പോൾ വാതിലിൽ മുട്ട് കേട്ടിരുന്നു. തുറന്നപ്പോൾ ചന്തു ഒരു കള്ളച്ചിരിയോടെ നിൽക്കുന്നുണ്ട്. അളിയന് നിന്നെ കാണാതെ ഇരിക്കപ്പുറത്തില്ലെന്ന് തോന്നുന്നു. ഇതിട്ട് പെട്ടെന്ന് പോ, അമ്മ ഇനി രാവിലെ ഉണരൂ. അങ്ങേക്ക് വട്ടാണ്. ഞാൻ ഈ രാത്രി അങ്ങരുടെ കൂടെ എങ്ങോട്ടും പോകുന്നില്ല. വൈദ്യു പോയി ബെഡിലിരുന്നു കൊണ്ട് പറഞ്ഞു. ചന്തു ജനലിലൂടെ പുറത്തേക്ക് നോക്കി. വിക്രത്തെ ഒന്നും നടക്കില്ലെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. വിക്രം വീണ്ടും ഹോൺ അടിച്ചപ്പോൾ വൈദ്യു എണ്ണീറ്റ് അങ്ങോട്ടേക്ക് നോക്കി. മതിൽ ചാടാൻ എന്നതുപോലെ ആക്ഷൻ കാണിക്കുകയായിരുന്നു അവൻ. വൈദ്യു കണ്ണുമിഴിച്ച് അവനെ തന്നെ നോക്കി. പെട്ടെന്ന് പോ, ഇല്ലെങ്കിൽ അവൻ നാട്ടുകാരെ കൂടി അറിയിക്കും. ചന്തു അവളെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയപ്പോൾ വൈദ്യു ചവിട്ടിക്കുലുക്കിക്കൊണ്ട് ആ കവർ എടുത്തു നോക്കി. ഒരു ബ്ലാക്ക് ഹൂഡിയും ബ്ലാക്ക് ട്രാക്ക് പാൻറ്റും. മനസ്സിൽ അവനെ പ്രാഗിക്കൊണ്ട് ഇട്ടിരുന്ന ടീഷർട്ടിന് മുകളിലൂടെ വൈദ്യു അതെടുത്തിട്ടു. പിന്നെ പാൻറ്റും ഇട്ട് ഫോൺ പോക്കറ്റിലും ഇട്ട് ഹാളിലേക്ക് പോയപ്പോൾ ചന്തു ഹാളിൽ ഹെൽമെറ്റും എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതുകൂടി എടുത്തോ. എന്തിന്? അവൻ കാറിലല്ല ബൈക്കിലല്ലേ വന്നത്. വൈദ്യു ദേഷ്യത്തോടെ ഹെൽമെറ്റ് പിടിച്ചു വാങ്ങി. ചന്തു അവളുടെ തലയ്ക്കൊന്ന് കൊട്ടി. പെണ്ണെ, വഴക്കൂടാതെ പോയിട്ട് വാ പെണ്ണെ. ദാ സ്പെയർ കീ പോക്കറ്റിലിട്ടോ. അവൻ അവളുടെ കയ്യിൽ കീ കൂടി കൊടുത്തു. അവൾ ഗേറ്റ് തുറന്ന് ലോക്കിട്ട് വിക്രത്തിൻ്റെ അടുത്ത് എത്തുന്നതുവരെ ചന്തു നോക്കി നിന്നു. പിന്നെ ഡോർ അടച്ചു. വിക്രം മൂളിപ്പാട്ടും പാടി നിൽക്കുകയായിരുന്നു. നിങ്ങൾക്ക് പാതിരാത്രി ഉറക്കമൊന്നുമില്ലേ?
ഉറങ്ങാത്തതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. വാ കയറ്. അവൻ ബുള്ളറ്റിൽ കയറിയിരുന്നു. വൈദു മടിച്ചു നിന്നു. ആദ്യമായാണ് അവനൊപ്പം ബൈക്കിൽ. അവൾ അവനിൽ നിന്നും നല്ല അകലം പാലിച്ചിരുന്നു. നമുക്ക് ഫുട്ബോൾ ടൂർണമെൻ്റ് ഒന്നും നടക്കുന്നില്ല, നീങ്ങിയിരിക്കടി. പറ്റില്ല, വൈദു കട്ടായം പറഞ്ഞു. ഇപ്പം ശരിയാക്കി തരാം, വിക്രം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബൈക്കിന്റെ സ്പീഡ് കൂട്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. വൈദു അവന്റെ പിന്നിൽ വന്നിടിച്ച് അവനോട് ചേർന്നിരുന്നു. വിക്രം വിജയച്ചിരിയോടെ ഇരുന്നു. കണ്ണു കണ്ടൂടെ? പൂച്ച ചാടിയ പിന്നെ ഞാൻ എന്ത് വേണം? പൂച്ചയല്ല, കുറുക്കന. വൈദു പിറുപിറുത്തുകൊണ്ട് നീങ്ങിയിരുന്നു. വിക്രം പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചെടുത്ത് അവന്റെ അരയിൽ വെപ്പിച്ചു. വൈദു വിയർത്തുപോയി. അവൾ കൈ പിൻവലിക്കാൻ നോക്കിയപ്പോൾ വിക്രം കൂടുതൽ അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. പിന്നീട് വൈദുവിന്റെ എതിർപ്പ് കുറഞ്ഞു. അവളും ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നിമിഷമൊന്നും വേഗം കഴിയരുതേ എന്ന തോന്നൽ തോന്നി തുടങ്ങിയിരുന്നു. വിക്രത്തിന്റെ ചുണ്ടിന്റെ കോണിൽ വിരിഞ്ഞ പുഞ്ചിരി വൈദു കണ്ടിരുന്നില്ല.